പാഠം 334 കാരണങ്ങളില്ലാത്ത കാര്യങ്ങൾ. മോഹനേട്ടാ, മോഹനേട്ടൻ ജലസേചന വകുപ്പിലെ സുരേന്ദ്രൻ അറിയോ? അറിയും. നല്ല മനുഷ്യനാ. കള്ളു കുടിക്കില്ല, കൈക്കൂലി വാങ്ങില്ല. കള്ളു കുടിക്കാതിരിക്കുന്നതും കൈക്കൂലി വാങ്ങാതിരിക്കുന്നതുമാണോ ലോകത്തിലെ ഏറ്റവും വലിയ മാന്യത? അതൊരു മാന്യത അല്ലേ? ആയിരിക്കും. പക്ഷേ കള്ളു കുടിക്കാത്ത കൈക്കൂലി വാങ്ങാത്ത ഒരു മനുഷ്യൻ ഭാര്യ ദേഹോപദ്രവം ചെയ്യുകയും പുലഭ്യം പറയുകയും ചെയ്യുന്നത് മാന്യതയുടെ ലക്ഷണമാണോ? സുരേന്ദ്രൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് മോഹനേട്ടൻ പറഞ്ഞാ പോരല്ലോ. സുരേന്ദ്രന്റെ ഭാര്യ ഇന്ദുലേഖ അംഗൻവാടി ടീച്ചറാണ്. ഇന്നലെ വൈകുന്നേരം അവരെന്നെ കാണാൻ വന്നിരുന്നു. എന്തിന്? സുരേന്ദ്രൻ നിസാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുകയും ദേഷ്യപ്പെടുമ്പോൾ ദേഹോപദ്രവം ചെയ്യുകയും ചെയ്യും. സുരേന്ദ്രന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, അവർക്ക് പിരിയണം എന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഭർത്താവ് ഭാര്യയെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ ഡൈവോഴ്സ് കേസ് കൊടുക്കല്ല വേണ്ടതെന്ന്. അത്രയൊക്കെ പറയാനുള്ള ബുദ്ധിയാനൊക്കെ ആയല്ലേ? അതല്ല മോഹനേട്ടാ, ഭർത്താവ് ഭാര്യയെ തല്ലിയാൽ ഡൈവോഴ്സ് കേസ് കൊടുക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? തല്ലിയ ഭർത്താവിന് അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുന്നുണ്ടോ? നമ്മള് വഴി വെച്ചൊരാളെ തല്ലിയാൽ നമ്മൾ ഓടി രക്ഷപ്പെടുകയല്ലോ ചെയ്യുന്നത്. തല്ലിയ ആൾക്കെതിരെ കേസ് കൊടുക്കണം. ഗാർഹിക പീഡനം എന്ന നിയമം സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരം അക്രമികളായ ഭർത്താക്കന്മാരെ കൈകാര്യം ചെയ്യാനാണ്. ഞാൻ ഇന്ദുലേഖയോട് പറഞ്ഞു സുരേന്ദ്രനെതിരെ പോലീസിൽ പരാതിപ്പെടാൻ. വഴിയിൽ വെച്ച് നമ്മളെ ഒരാൾ തല്ലുമ്പോ നമ്മൾ പോലീസിൽ പരാതിപ്പെടുമ്പോഴാണോ ഭർത്താവിനെതിരെ ഭാര്യ പരാതിപ്പെടുന്നത്? അങ്ങനെ ഇന്ദുലേഖ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്താൽ അവരുടെ ആ കുടുംബജീവിതം എന്താവും? കുടുംബജീവിതം നന്നായി പോണോന്ന് ഭാര്യയുടെ മാത്രം ആവശ്യമല്ലല്ലോ. നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഭർത്താവ് ഭാര്യയോട് മാന്യമായി പെരുമാറാനും കൂടെ പഠിക്കണം. മോഹനേട്ടാ, ദേഹോപദ്രവം ആര് ചെയ്താലും അത് ദേഹോപദ്രവമാണ്. വഴിയെ പോകുന്ന ഒരാൾ മറ്റൊരാളെ തല്ലുന്നത് കുറ്റകരമാണെങ്കിൽ ഭർത്താവ് ഭാര്യയെ തല്ലുന്നതും കുറ്റകരമാണ്. നാട്ടിലെ നിയമം അനുസരിച്ച് അത് കൂടുതൽ വലിയ കുറ്റമാണ്. അതുകൊണ്ട് ഇന്ദുലേഖയുടെ വക്കാലത്തേക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇന്ന് സുരേന്ദ്രനെതിരെ ഇന്ദുലേഖ പോലീസിൽ പരാതിപ്പെടും. ബാക്കി അതിന്റെ പിന്നാലെ. വന്നു വന്ന് നീ സമാധാനപരമായി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തല്ലിപ്പിക്കുക എന്ന ഒരേ ഒരു ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് നീ. നിനക്ക് കേസ് കിട്ടാൻ വേണ്ടി നീ കാണിക്കുന്ന ഈ വൃത്തികേടുകളുടെ പേരിൽ എത്ര പേരാണ് കഷ്ടപ്പെടുന്നത്? മോഹനേട്ടാ, എനിക്ക് കേസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇന്ദുലേഖയെ അന്വേഷിച്ചു പോയിട്ടില്ല. സുരേന്ദ്രന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇന്ദുലേഖ എന്നെ അന്വേഷിച്ചു വരികയായിരുന്നു. എന്നെ കാണാൻ വരുന്ന എന്റെ കക്ഷിക്ക് ആവശ്യമായ നിയമസഹായം ചെയ്തു കൊടുക്കലാണ് എന്റെ ജോലി. അങ്ങനെ പറഞ്ഞാ പോരല്ലോ. പിന്നെയോ? ഈ സുരേന്ദ്രനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അയാൾ. മദ്യപിക്കില്ല, പുകവലിക്കില്ല. അങ്ങനെ ഒരാൾക്കെതിരെ അയാളുടെ ഭാര്യ കേസുമായി വരുമ്പോ സത്യത്തിൽ നീ എന്താണ് ചെയ്യേണ്ടിരുന്നത്? ഇന്ദുലേഖയെ പറഞ്ഞു തിരുത്തണമായിരുന്നു. എന്റെ ജോലി ആളുകളെ ഉപദേശിച്ച് നന്നാക്കലല്ല. അതൊക്കെ ചെയ്യാൻ വേറെ 100 കണക്കിന് ആളുകളുണ്ട്. ഞാൻ ഒരു വക്കീലാണ്, ഉപദേശിയല്ല. പക്ഷേ സമൂഹത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കി ആളുകളെ തമ്മിൽ തല്ലിച്ച് കേസാക്കി ആ കേസ് വാദിച്ച് കാശുണ്ടാക്കുന്നവർ കുളം കലക്കികളാണ്, കുളം കലക്കികൾ. അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും. എന്ന് വെച്ചാൽ ഇന്ദുലേഖയ്ക്ക് വേണ്ടി ഞാൻ കേസിന് പോയാൽ എന്റെ ജീവിതത്തിലും അതുണ്ടാവുമെന്ന്. അതായത് ഞാൻ മോഹനേട്ടനെതിരെയും കേസ് കൊടുക്കുന്നല്ലേ? സത്യത്തിൽ ഗാർഹിക പീഡന വകുപ്പുകളിൽപ്പെടുത്തി മോഹനേട്ടനെതിരെ കേസ് കൊടുക്കാവുന്ന ഒരു 50 സാഹചര്യങ്ങൾ ഒത്തുവന്നതാണ്. ഞാനത് ചെയ്യാത്തത് എന്റെ മര്യാദ കൊണ്ട്. നീ കേസ് കൊടുത്താ പോലീസുകാർ എന്നെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റി കളയും. വെറുതെ പേടിപ്പിക്കല്ലേ ഭാമേ. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥര് കൂടുതൽ പേടിക്കണം. കാരണം ഇങ്ങനൊരു കേസ് ഉണ്ടായാൽ ആദ്യം പോകുന്നത് ജോലിയായിരിക്കും. ഇന്ന് ഞാൻ സുരേന്ദ്രനെതിരെ കേസ് ഫയൽ ചെയ്യുന്നതോടെ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും.
സുരേന്ദ്രൻ ഇന്ദുലേഖയെ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? അനാവശ്യമായ പണം ചെലവാക്കിയപ്പോ ഒന്ന് ഉപദേശിച്ചു കാണും. അയ്യോ, പച്ചത്തറി ആയിരിക്കും ഉപദേശം. തെറി പറഞ്ഞു എന്നുള്ളത് ഇന്ദുലേഖ പറഞ്ഞല്ലേ? നീ കേട്ടില്ലല്ലോ. ഇന്ദുലേഖ കൊള്ളം പറഞ്ഞായിക്കൂടെ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. തോന്നില്ല. കാരണം നീ ആണുങ്ങളെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല. നിന്റെ കാഴ്ചപ്പാടിൽ ലോകത്തുള്ള ആണുങ്ങളെല്ലാം മോശക്കാരാണ്. എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. പക്ഷെ ലോകത്തെ സകല കാര്യങ്ങളും തങ്ങളുടെ തലയിലൂടെയാണ് ഓടുന്നതെന്ന് കരുതുന്ന ആണുങ്ങളെ ബഹുമാനിക്കാനും എനിക്ക് പറ്റില്ല. നീ ഇപ്പൊ എന്ത് തീരുമാനിച്ചു? എന്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇന്ദുലേഖ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട നിലയ്ക്ക് ഞാൻ ഇന്ദുലേഖയെ കൂട്ടി ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോകും. പരാതി എഴുതി കൊടുക്കും. പരാതി കിട്ടിയാൽ പോലീസിന് നടപടി എടുത്തേ പറ്റൂ. പൊക്കിയെടുത്ത് പോലീസ് ലോക്കപ്പിൽ കൊണ്ടിടും. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ സുരേന്ദ്രൻ ജാമത്തിൽ ഇറക്കിയിരിക്കും. വില്ലേജ് ഓഫീസർമാർക്ക് ഇപ്പൊ അതാണോ പണി? മോഹനേട്ടാ, ഗാർഹിക പീഡന കേസിൽ അകത്തായാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ല. കോടതിയിൽ തന്നെ പോകേണ്ടി വരും. കോടതി പോകും, എന്താ സംശയം? ഈ നാട്ടില് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് വാദിച്ച് ഞാൻ സുരേന്ദ്രനെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും. കാണാനൊന്നുമില്ല. IPC മുഴുവൻ വായിച്ച് പഠിച്ചാ പിന്നെ എന്തുമാകാവുന്ന ഒരു ധാരണ നിനക്കുണ്ട്. ഇവിടെ നടക്കില്ലത്. ഈ കാര്യത്തിൽ കെ മോഹനകൃഷ്ണനും വാശിക്കാരനാണ്. വാശിക്കാരൻ. ആഹാ, മോഹനേട്ടൻ വർത്താനത്തിൽ വലിയ യോഗ്യനാണെന്ന് പണ്ടേ എനിക്കറിയാം. പക്ഷേ എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാ പോരല്ലോ. പറയുന്നത് പോലെ പ്രവർത്തിച്ച് കാണിക്കണം. അത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ ഒരു വക്കീലായതിന്റെ പേരിൽ എന്നെ വിരട്ടാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. ഇനി ഈ വർത്താനം നിർത്തിയിട്ട് നിനക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കാണിക്കും. അതെ, ചെയ്യാനുള്ളത് ചെയ്ത് കാണിക്കാൻ തന്നെയാണ് തീരുമാനം. ഇനി ഈ കേസിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇന്ദുലേഖയെ പീഡിപ്പിച്ച സുരേന്ദ്രനെ അഴി എണ്ണിക്കാതെ ഇനി എനിക്ക് വിശ്രമമില്ല. എന്താണ് ഹഹഹന്ന് ചിരി? ചിരിക്കണ്ട. ഇന്ദുലേഖയുടെ കേസിൽ അവൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകാതെ ഇനി മോഹനേട്ടനോട് ഞാൻ സംസാരിക്കില്ല. സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ? സംസാരിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മോഹനേട്ടനോട് സംസാരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കേസിൽ സുരേന്ദ്രനെ അകത്താക്കിയിട്ടേ ഞാൻ ഇനി മോഹനേട്ടനോട് സംസാരിക്കൂ. ഇത് സത്യം, സത്യം, സത്യം. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷിച്ച് ഇന്ദുലേഖയും നീയും തമ്മിലുണ്ടാക്കിയ കള്ളക്കേസാണ് ഇതെന്ന് തെളിയിച്ചിട്ട് ഞാൻ നിന്നോട് സംസാരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഹലോ, അതെ. വിദ്യലക്ഷ്മി, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഇന്നലെ എന്നെ കാണാൻ വന്ന് ഇന്ദുലേഖയില്ലേ, അംഗൻവാടി ടീച്ചർ, അവരുടെ കേസേക്കാൻ ഞാൻ തീരുമാനിച്ചു. അതെ, പറഞ്ഞാൽ മനസ്സിലാവാത്ത ആണുങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ ശരിയാവുകയുള്ളൂ. ഭാര്യ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരെയും അങ്ങനെയുള്ള പരമകള്ളന്മാരെ ആണുങ്ങളാണ് എന്ന ഒറ്റ കാരണത്താൽ പിന്തുണയ്ക്കുന്ന ബാക്കി പകൽമാന്യന്മാരെയും ഒരു പാഠം പഠിപ്പിക്കാതെ നാട് നന്നാവില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം വിദ്യാലക്ഷ്മി, നമ്മൾ സ്കൂളിൽ പഠിച്ചത് ഭൂമി സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത് എന്നല്ലേ? പക്ഷേ നമ്മുടെ നാട്ടിലെ ചില യോഗ്യന്മാർ കരുതിയിരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനും അവരുടെ ചുറ്റുമാണ് കറങ്ങുന്നതെന്നാണ്. പക്ഷേ അത്തരം വേഷം കെട്ടലുകള് അവരുടെ കയ്യിലിരിക്കേ ഉള്ളൂ. ഇന്ന് ഇന്ദുലേഖ കേസ് കൊടുക്കും, അത് വാർത്തയാവും. പോലീസ് പിടിക്കുന്നോടെ സുരേന്ദ്രന്റെ ജോലി പോകും. അത് കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിലിറങ്ങി വീടായ വീടെല്ലാം കയറി ഏതെങ്കിലും പെണ്ണിനെ ഇങ്ങനെ ഭർത്താക്കന്മാർ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെയുള്ള സകല കോന്തന്മാർക്കുമെതിരെ
അവരുടെ ഭാര്യമാരെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. എല്ലാ കേസും ഞാൻ ഫ്രീ ആയിട്ട് ബാധിക്കും. അതെ, ഇതൊരു തുടക്കമാവട്ടെ. വേണ്ടി വന്നാൽ എന്നെ കുറെ കാലമായി മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു വിദ്വാനുണ്ട്. അദ്ദേഹത്തിനെതിരെ ഞാനും കേസ് കൊടുക്കും. ആ കേസ് നീ വാദിക്കണം വിദ്യലക്ഷ്മി. ശരിയപ്പോ ബാക്കി ഓഫീസിൽ വന്നിട്ട് പറയാം. ഇതൊരു തുടക്കമാണ്. ഇന്നു മുതൽ സത്യഭാമയുടെ ജീവിതം പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹലോ ഹലോ, ആ ശിശുപാല, നമ്മുടെ ജലസേചന വകുപ്പിലെ സുരേന്ദ്രനെ ശിശുപാലൻ അറിയാമോ? ആ അതെ അതെ, ആ അതെനിക്കറിയാം. മാന്യൻ, സത്യസന്ധൻ. അദ്ദേഹത്തിനെതിരെ നാട്ടിലെ ചില തൊഴിലില്ലാത്ത വായി നോക്കികൾ ചില കേസുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതെ അതെ അതെ, അയാളുടെ ഭാര്യയെ മുൻനിർത്തി കള്ളക്കേസുണ്ടാക്കാനാണ് പരിപാടി. യാതൊരു ബോധവുമില്ലാത്തൊരു വക്കീലാണ് ഇതിന്റെ പിന്നില്. എന്തിനാണെന്നോ? ഞാൻ ഈ പറഞ്ഞ വക്കീലിന് പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. എന്റെ ശിശുപാല, കേസ് വാദിക്കാൻ അറിയാമെങ്കിലേ കക്ഷിയിൽ വരൂ. അങ്ങനെ കേസില്ലാതെ ആ കറുത്ത കോട്ട് വിട്ട് ഈച്ചയാട്ടി വക്കീലാഫീസറുടെ വാലാക്കോല നടന്നുകൊണ്ടിരുന്നപ്പോ ഈ വക്കീലിന് തല തോന്നിയ ബുദ്ധിയാണ് ആർക്കെങ്കിലും എതിരെ ചുമ്മാ ഒരു കേസ് കൊടുക്കാമെന്ന്. പാവം സുരേന്ദ്രന്റെ ഭാര്യ പെട്ടുപോയി. ആ അതെ, ആ അപ്പോ അവർ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ ആ നിമിഷം നമ്മൾ സുരേന്ദ്രനെ ജാമ്യത്തിൽ ഇറക്കണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മാനം രക്ഷിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമ്മുടെ കടമയാണല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പിന്നൊരു കാര്യം, കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലെ തന്നെ കണ്ടുപിടിക്കണം. സുരേന്ദ്രന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിനും പേടിക്കാനൊന്നുമില്ല. അയ്യേ, വലിയല്ല, ഒരു കഴിവില്ലാത്തൊരു കഴുത. ഭർത്താവിന് സ്ഥിര ജോലി ഉള്ളതുകൊണ്ട് 3 നേരം വല്ലതും നന്നായിട്ട് കഴിച്ചങ്ങ് പോകുന്നു. തീറ്റയുടെ കാര്യത്തിൽ ഒറ്റ മോശമല്ല. അതെ അതെ, ആ അപ്പോ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ ഞാൻ ശിശുപാലനോട് ആഫീസിൽ വന്നിട്ട് പറയാം. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ശരി. ആ വിദ്യാലക്ഷ്മി, ഞാൻ മുഴുവൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ആണുങ്ങളെ തെരഞ്ഞുപിടിച്ച് കേസ് കൊടുത്താൽ വേറെയുണ്ട് ഗുണം. ഇവന്മാരുടെയൊക്കെ ജോലി പോകുമ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് കൂടുതൽ ജോലി സാധ്യത ഉണ്ടാകും. അങ്ങനെ ഒരു 4-5 കൊല്ലം കൊണ്ട് സർക്കാർ സർവീസിൽ ആണുങ്ങളെക്കാട്ടിലും കൂടുതൽ പെണ്ണുങ്ങളാവും. ആ പെണ്ണുങ്ങൾ രക്ഷപ്പെടാൻ അതൊരു നല്ല വഴിയല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ സുരേന്ദ്രനെ പോലീസ് പിടിക്കുമ്പോൾ ജലസേചന വകുപ്പിൽ ഒരു ഒഴിവ് വരും. അതുപോലെ റവന്യൂ വകുപ്പിൽ ഉടനടി ഒരൊഴിവ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. തസ്തിക വില്ലേജ് ഓഫീസർ. അതെ,
വീട്ടിൽ ഭാര്യമാരുടെ മുന്നിൽ വലിയ സിംഹങ്ങളായ ഈ ആണുങ്ങൾ പോലീസുകാരുടെ ഇടികൊണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നത് കാണണമെന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം. അതിന് നടന്നു കാണാൻ ഇനി ഒരുപാട് നാളുകളില്ല. ശരിയപ്പോ ഞാൻ വിളിക്കാം. ശിശുപാല, ഞാൻ നേരത്തെ ഒരു വക്കീലിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഒരു വളരെ സമർത്ഥനായ ഒരു വക്കീലായിരിക്കണം. കാരണം ഞാൻ പറഞ്ഞ ആ സ്ത്രീ പീഡന കേസ് മാത്രമല്ല, ഒരു കൊലക്കേസ് കൂടി വാദിക്കേണ്ടി വരും. മാന്യനും മര്യാദക്കാരനുമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സ്വൈര്യം കെടുത്തിയ ധിക്കാരിയായ ഭാര്യയെ സാഹികെട്ട് ഭർത്താവ് കൊലപ്പെടുത്തിയ കേസാണ്. വേറെ നിവൃത്തിയില്ലാത്തത് അയാളത് ചെയ്തു പോയി. അതെ അതെ. ശിശുപാല, നാട്ടിൽ പെണ്ണുങ്ങൾ ഉണ്ടായിപ്പോയി എന്നൊരൊറ്റ കാരണത്താൽ നമുക്ക് എത്ര കാലം ഇങ്ങനെ പേടിച്ചു കഴിയാൻ പറ്റും? സത്യത്തിൽ ഈ പെണ്ണെന്ന വർഗത്തെ സൃഷ്ടിച്ച ദൈവത്തിനെതിരെ കേസ് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതായി വരും. ശരി. വിളിക്കുന്ന എനിക്കത് കാണണം. ഹലോ ഹലോ ഹലോ, വിദ്യാലക്ഷ്മി, വേറൊരു സംഭവം കൂടിയുണ്ട്. ഭാര്യയെ തോൽപ്പിക്കാനായി വീട്ടു സാധനങ്ങൾ നശിപ്പിക്കുന്ന ഭർത്താവിനെതിരെ എന്ത് കേസ് കൊടുക്കാം എന്നുകൂടി ഒന്ന് അന്വേഷിക്കണം. അതെ അതെ. ചുരുക്കി പറഞ്ഞ കേസിന്റെ എണ്ണം കൂടിക്കൂടി വരിക. ഭാര്യയെ ഭീഷണിപ്പെടുത്തൽ, ഭാര്യയെ കൊലപ്പെടുത്താൻ ആഫീസിലെ പ്യൂണുമാർ ചേർന്ന് ഗൂഢാലോചന, ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ മുൻകൂറായി വക്കീലിനെ അന്വേഷിക്കൽ, ഇതൊന്നും പോരാഞ്ഞ് വീട്ടിലെ ഭാര്യ കൂടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കേടുവരുത്തുക. ഞാൻ ആലോചിക്കുന്നത് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് പോലീസിൽ ഇപ്പോഴേ ഒരു പരാതി കൊടുത്താലോ എന്നാണ്. പരാതി കിട്ടുമ്പോ പോലീസ് അന്വേഷിക്കൂലോ. ഞാൻ മുന്നേ പറഞ്ഞ ആ പിയൂണിനെ പൊക്കി എടുത്തുകൊണ്ട് പോയി 2 എണ്ണം പൊട്ടിക്കുമ്പോ ഗൂഢാലോചനയുടെ കഥ തത്ത പറയുന്ന ഒരാൾ പറയൂലോ. ഒരു നിമിഷം. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കവേ. രാജപ്പന്റെ ഭാര്യ രാജപ്പനെ പിരിച്ചിട്ട് എത്ര നാളായി? 1 വർഷം. വിവാഹമോചന കേസ് നടക്കുന്നേ ഉള്ളൂ. സത്യത്തിൽ രാജപ്പൻ ഭാഗ്യവാനാണ്. ഈ പെണ്ണെന്ന വർഗത്തെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. 3 നേരം ചെലവിന് കൊടുക്കുന്ന ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്ന ഇവളുമാരെയൊക്കെ ഈ ഭൂമിനെ ഒഴിവാക്കണം. ഈ വിവാഹമോചനം കിട്ടിയാലും രാജപ്പൻ ഇനി വേറെ പെണ്ണ് കെട്ടരുത്. കാരണം എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ തന്നെയാ, വിശ്വസിക്കാനേ കൊള്ളില്ല. അങ്ങനെ പറയരുത് സാർ. എനിക്ക് വിവാഹമോചനം കിട്ടിയ പിറ്റേ ദിവസം ഞാൻ വേറെ പെണ്ണ് കിട്ടും. ഒരു പെണ്ണ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമോ സാറേ?
സാറേ മനോജ് സാറേ നമസ്കാരം സാറേ. ഞാൻ 2-3 വട്ടം വിളിച്ചായിരുന്നു, ഫോൺ കിട്ടിയില്ല. ഫോൺ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? ഈ ഫോണിന്റെ കാര്യമാണോ ഉത്തമൻ പറയുന്നത്? അയ്യോ ഇതെന്ത് സാറേ ഇങ്ങനെ? ഉത്തമ, ഉത്തമന് പരിചയമുള്ള നല്ല വക്കീലന്മാർ വല്ലതും ഉണ്ടോ? സാറിന് വേറെ വക്കീലോ? നല്ല എണ്ണം പറഞ്ഞൊരു വക്കീൽ മുമ്പിൽ ഇങ്ങനെ നിൽക്കല്ലേ? നല്ല വളരെ നല്ല വക്കീലന്മാരെ പരിചയമുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വക്കീലിനെ അന്വേഷിച്ചത് കേസ് ജയിക്കാനാ. ഒരിക്കലും ജയിക്കാത്ത കേസ് നടത്താനാണ് വില്ലേജ് ഓഫീസറുടെ പരിപാടി. ഈ കേസ് ജയിക്കണമെങ്കിൽ സാക്ഷാൽ ദൈവം വിചാരിക്കണം. എന്തോ പ്രശ്നമുണ്ടല്ലോ സാറേ. എന്താണ് സാറേ നിങ്ങൾ തമ്മിലുള്ള ഇന്നത്തെ പ്രശ്നം? ഉത്തമന് ജലസേചന വകുപ്പിലെ സുരേന്ദ്രനെ അറിയോ? പിന്നെ അറിയാന്നാ. ഈ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നല്ലൊരു സംഭവം ഓർമ്മിച്ചത്. ഇന്നലെ വൈകുന്നേരം ഒരു ഭയങ്കര കോമഡി ഉണ്ടായി കേട്ടോ സാറേ. ഈ സുരേന്ദ്രന്റെ ഭാര്യയും തമ്മില് ഇന്നലെ രാവിലെ ഒരു വഴക്കുണ്ടായിരുന്നേ. സുരേന്ദ്രൻ ഇന്ദുലേഖയെ തല്ലിയെന്നും പറഞ്ഞോണ്ട് ഇന്ദുലേഖ ആങ്ങളമാരെല്ലാരും വിളിച്ചു പറഞ്ഞു. ഇളയ ആങ്ങള പറഞ്ഞു നീ പോയി ഒരു വക്കീലിനെ കാണുന്നു. ഇന്ദുലേഖനെ കാണാൻ വന്നിരുന്നു. അയ്യേ, അപ്പൊ വക്കീലാണോ ഇന്ദുലേഖയുടെ വക്കീല്? എന്താ? ഇന്ദുലേഖയുടെ ആങ്ങളെ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് SI ഗീവർഗീസ് സുരേന്ദ്രനെ പൊക്കാനായിട്ട് ഇന്നലെ അവരുടെ വീട്ടിലോട്ട് ചെന്നു. പോലീസുകാർ വരുന്നത് അറിഞ്ഞ് നാട്ടുകാർ കംപ്ലീറ്റ് കൂടി. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇന്ദുലേഖ നിന്ന നിപ്പിന് കളമാറി കളഞ്ഞു. സുരേന്ദ്രൻ തന്നെ തല്ലിയിട്ടില്ല എന്നും അഥവാ തല്ലിയാ തന്നെ എന്റെ കെട്ടിയവനല്ലേ എന്നെ തല്ലിയതെന്നും അതിന് കൂടി നിൽക്കുന്ന നാട്ടുകാർക്ക് എന്താണ് കാര്യം എന്ന് ഇന്ദുലേഖ ചോദിച്ചു കളഞ്ഞേ. ഇന്ദുലേക്ക് പരാതിയിലേക്ക് പിന്നെ എന്തോന്ന് കേസ്? പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോലീസുകാരെ തിരിച്ചു പോവുകയും ചെയ്തു. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തല്ലിച്ച് കാശുണ്ടാക്കാൻ നോക്കുന്ന വക്കീലന്മാർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. പാഠം. ആ ഇന്ദുലേഖ എന്ന് പറയുന്ന പെൺകുട്ടി കുടുംബത്ത് പറഞ്ഞൊരു കുലീനയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അത് മാത്രമല്ല സാറേ കാര്യം, പോലീസ് വരുന്നു എന്നറിഞ്ഞപ്പം ഈ സുരേന്ദ്രൻ ഓടി വന്ന് ഈ ഇന്ദുലേഖയുടെ കാലില് കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞെന്ന്, മേലിൽ നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല ഇന്ദുലേഖേ എന്ന് സത്യം ചെയ്തെന്നുമാണ് വേലക്കാരി സുമംഗല എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഇരിക്കും. ഭാര്യയോട് ധിക്കാരം കാണിക്കുന്ന ആണുങ്ങൾ മാപ്പ് പറഞ്ഞു തുടങ്ങി. ഉത്തമ, കാലം മാറുകയാണ്. ഇനി എത്ര ആണുങ്ങൾ ഇങ്ങനെ മാപ്പ് പറയാനിരിക്കുന്നു? അയ്യോ എനിക്ക് വയ്യേ. പിന്നെ സാറേ ഞാൻ വന്നതേ ആ പുഷ്കറിന്റെ കാര്യം പറയാനാ. സാർ 9 മണി കഴിയുമ്പോ ഭൂമി അളക്കാൻ വരാന്ന് പറഞ്ഞിരുന്നു. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടാ. വരുമല്ലോ അല്ലേ സാറേ? ഓ ശരി. ഹലോ അതെ, ഇതിലേക്ക് കേസില്ലാത്ത സ്ഥിതിക്ക് സുരേന്ദ്രനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ മോഹനേട്ടനോട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഹലോ അല്ലേ? ഹലോ ഹലോ ഹലോ. സുരേന്ദ്രനെ പോലീസ് പിടിക്കാത്തതുകൊണ്ട് എനിക്ക് അയാളെ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ നിന്നോട് മിണ്ടായിരുന്നിട്ടും കാര്യമില്ലല്ലോ. എങ്കിൽ പിന്നെ നമുക്ക് മിണ്ടിയാലോ? അല്ലാതെ എന്ത് ചെയ്യാനാ? ഇതിനിയും ഇങ്ങനെ കൈപ്പിടിച്ചുകൊണ്ടിരിക്കണോ? ഇത്
നീ വെച്ചോ. ഞാൻ വെച്ചാ മതിയോ? എവിടെയോ ഉള്ള ഏതോ സുരേന്ദ്രനും ഇന്ദുലേഖയും തമ്മിലുള്ള ഒരു വീട്ടുവഴക്കിന്റെ പേരിൽ തുടങ്ങിയതാണ് ഈ മാതൃകാ ദമ്പതികളുടെ പോര്. ഇപ്പോൾ സുരേന്ദ്രനും ഇന്ദുലേഖയും ഒത്തുതീർപ്പിലെത്തിയ നിലയ്ക്ക് ഇവരുടെ വഴക്കിന് ഇനി പ്രസക്തിയില്ല. വഴക്കുകൾ പലപ്പോഴും ഇങ്ങനെയാണ്. വഴക്കതിന്റെ പരമകോടിയിലെത്തുമ്പോൾ വഴക്കിനാധാരമായ കാരണം തന്നെ ഇല്ലാതായി പോയെന്ന് വരാം. പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.